ശാരീരികാരോഗ്യം പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണ് മാനസികാരോഗ്യം. ആധുനിക പഠനം പറയുന്നു, രോഗങ്ങളായിട്ട് കണക്കാക്കുന്നതിൽ 50% ശരിക്കും രോഗങ്ങളല്ല, പകരം സൈക്കോ സൊമാറ്റിക് ഡിസോർഡേഴ്സാണ്. അപ്പോൾ അതിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ, ഉദരരോഗങ്ങൾ, ഹിസ്റ്റീരിക് പേഴ്സണാലിറ്റി, ഫോബിയാസ്, OCD, ഇങ്ങനെ നൂറുകണക്കിന് സൈക്കോ സൊമാറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്. നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവായ ചിന്തകൾ, പാസ്റ്റിലെ നെഗറ്റീവായ എക്സ്പീരിയൻസുകൾ, ദുരനുഭവങ്ങൾ, ഇവയൊക്കെയാണ് ഈ പറയുന്ന സൈക്കോ സൊമാറ്റിക് ഡിസോർഡേഴ്സിന് കാരണം. ആ നെഗറ്റീവായ അനുഭവങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായ ചിന്തകൾ, ഇതൊക്കെ നാം എന്തിനാണ് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ വഹിച്ചു കൊണ്ടുപോകുന്നത്? അവയെ മാറ്റിക്കളയേണ്ടതല്ലേ? തീർച്ചയായും. നിങ്ങളുടെ അടുക്കളയിലെ തക്കാളി പാത്രത്തിലിരിക്കുന്ന ചീഞ്ഞ തക്കാളി അവിടെ വെച്ചുകൊണ്ടിരിക്കുമോ നിങ്ങൾ? ഇല്ല. അതേപോലെ അതിനെ ഒഴിവാക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവായ ഇത്യാദി ചിന്തകളും വിചാരങ്ങളും അനുഭവങ്ങളും പൂർണ്ണമായി നിങ്ങൾ മാറ്റിക്കളഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഉത്കണ്ഠ, ഉദരരോഗങ്ങളെ, ആൻസൈറ്റി ഡിസോർഡർ ഓർ ഡിപ്രഷൻ, അതേപോലെയുള്ള നൂറുകണക്കിന് സംഗതികൾ, അനോറെക്സിയ നെർവോസ, അംഫോണിയ, ഫോബിയാസ്, ഇങ്ങനെ എത്രയെത്ര സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിനെ നിങ്ങൾക്ക് മാറ്റിക്കളയുവാൻ കഴിയും. എനിക്കറിയാം, ആംഫോണിയ ബാധിച്ച 2 കുട്ടികൾ, ഒന്ന് BSc നേഴ്സിംഗ് ഫൈനൽ സെമസ്റ്ററിന് പഠിക്കുന്നതും ഒന്ന് 11 വയസ്സുള്ള കുട്ടിയും ആംഫോണിയ ബാധിച്ചു. അതിൽ ആ BSc നേഴ്സിംഗ് പഠിച്ച കുട്ടി ഏകദേശം ഒരു 4 ലക്ഷം രൂപയോടും വ്യത്യസ്തങ്ങളായ കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഗുണം കിട്ടിയില്ല. അവസാനം നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് കൂട്ടിക്കൊണ്ടുവന്നു. 3-4 കൗൺസിലിംഗ് കൊണ്ട് അതിൻ്റെ രോഗം ഭേദമായി. അതിന് നന്നായിട്ട് സംസാരിക്കുവാൻ കഴിഞ്ഞു. വാസ്തവത്തിൽ ആ കുട്ടിയെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടർമാരൊക്കെ അതിപ്രഗത്ഭന്മാരും സമർത്ഥന്മാരുമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രോബ്ലം ഒരു രോഗമായിരുന്നില്ല. ഇറ്റ് ഈസ് എ സൈക്കോ സൊമാറ്റിക് ഡിസോർഡർ. ആ ഡോക്ടർമാർ രോഗത്തിന് വേണ്ടി ചികിത്സിച്ചു, ഫലം കിട്ടിയില്ല. ഇവിടെ സൈക്കോ സൊമാറ്റിക്കിന് വേണ്ടി ട്രീറ്റ്മെൻ്റ് എടുത്തു. 3-4 കൗൺസിലിംഗ് സൈക്കോ തെറാപ്പി കൊണ്ട് അതിനെ നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞു, രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു. ഓർമ്മിക്കുക, എല്ലാ രോഗങ്ങളും രോഗങ്ങളല്ല. അതിനെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും.